നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. 37% വോട്ട് മാത്രമുള്ള പാർട്ടിയാണ് BJP. എന്നാൽ ന്യൂനപക്ഷമായ BJP 10 വർഷമായി രാജ്യം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷം വോട്ടുകൾ ഏകീകരിച്ചാൽ മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പ്രയാസമില്ല. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. BJPയുടെ അതേ സ്വരം തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയാകെ തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നയവും നേതൃത്വവുമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഈ രാജ്യം നിലനിൽക്കണമോ എന്ന ചോദ്യം ഉന്നയിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കിയ ഒരു ഘട്ടത്തിൽ വളരെ ലളിതമായ രണ്ട് പ്രശ്നങ്ങൾക്ക് രണ്ട് വിഭാഗങ്ങളായിട്ട് രാജ്യത്തെ ജനതയെ വേർതിരിക്കുക. ഒന്ന്, പരിമിതിയുണ്ടെങ്കിലും എല്ലാ തീർന്നതും പൂർണ്ണമായതും എന്നൊന്നും പറയുന്ന കാര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങളും പരിമിതികളും എല്ലാം കണ്ടുകൊണ്ട് തന്നെ പറയാണ് പരിമിതിയുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടന, മതനിരപേക്ഷത, പാർലമെന്ററി വ്യവസ്ഥ, ഫെഡറൽ സംവിധാനം, സമത്വത്തിൻ്റെ ആശയം, ഇതെല്ലാം ഭരണഘടനയുടെ പ്രത്യേകതയാണ്. ഈ ഭരണഘടനയും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇന്ത്യയും ഇന്നത്തെ പോലെയെങ്കിലും തുടരണമോ? അല്ല. ടൗൺ സ്ക്വയർ പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ KP മോഹനൻ MLA അധ്യക്ഷനായി. P ജയരാജൻ, വത്സൻ പനോളി, A പ്രദീപൻ, സബാ പുൽപ്പറ്റ, U ബാബു ഗോപിനാഥ്, പാട്യം രാജൻ, KK സലീം, രവീന്ദ്രൻ കുന്നോത്ത്, മാറോളി ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.